Hi friends, let's continue the activities of first unit. Activity 3. Here is a retold version of the first part of the story, Half a Day. Go through it. നമ്മുടെ ഹാഫ് എ ഡേ എന്ന് പറയുന്ന സ്റ്റോറിയുടെ ഒരു ചെറിയ റീടോൾഡ് വേർഷനാണ് ഈ കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വായിച്ചു നോക്കാം. The boy was walking to school with his father. His mother was standing at the door watching them. അല്ലെ, കുട്ടി അച്ഛൻ്റെ കൂടെ സ്കൂളിലോട്ട് പോവുമായിരുന്നു, അവൻ്റെ അമ്മ എന്ത് ചെയ്യായിരുന്നു, അവിടെ നിന്ന് നോക്കുന്നുണ്ട്. They walked through a street lined with gardens. അല്ലെ, അവൻ നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും ഗാർഡൻസ് ഉണ്ടായിരുന്നു. Beyond the gardens there was a vast field. അല്ലെ, ഗാർഡന് അപ്പുറത്തായിട്ട് എന്തുണ്ട്, വിശാലമായിട്ടുള്ളൊരു വയല് പാടമുണ്ട്. The boy bored his father was punishing him by taking him to the school. അല്ലെ, ബോയ് തോട്ട് ചെയ്യാണ്. എന്താണ് തോട്ട് ചെയ്യുന്നത്? അവൻ്റെ അച്ഛൻ അവനൊരു സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് അവൻ ചിന്തിക്കുന്നത്. On the way to school, he was arguing with his father, and his father was not trying to convince him that school would not be good for him when they came to school gate. അല്ലെ, പോകുന്ന വഴിക്ക് അവൻ അവൻ്റെ അച്ഛനോട് അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട്, അവന് സ്കൂൾ ഒരു നല്ല സംഭവമാണ്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപോലും എന്ത് ചെയ്തു, സ്കൂളിൻ്റെ ഗേറ്റിന് മുമ്പിൽ എത്തിയപ്പോൾ. അല്ലേ, A few children were playing in the garden. അല്ലെ, കുട്ടികളൊക്കെ ഗാർഡനിൽ കളിക്കുന്നുണ്ട് അവർ സ്കൂളിന് മുമ്പിൽ എത്തിയപ്പോൾ. Then, when do the action mentioned in the narration take the place? അല്ലെ, the action take place in the past. അല്ലെ, ഇതൊക്കെ ഈ നരേറ്റർ ഏത് രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? സെന്റൻസ് ഒക്കെ എന്ത് രൂപത്തിലായിരുന്നു എന്നുള്ളത്? അതെല്ലാം പാസ്റ്റ് രൂപത്തിലായിരുന്നു. അല്ലെ, കഴിഞ്ഞു പോയ കാര്യം പോലെയാണ് പറഞ്ഞത്. Then, which of these action were already complete when they were narrated? അല്ലെ, എന്താണ്, ഏതൊക്കെ ആക്ഷൻസ് ആണ് അതിൽ ഓൾറെഡി കഴിഞ്ഞു പോയത്? നമ്മൾ ഒരു ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ അത് ഓൾറെഡി കഴിഞ്ഞു പോയതാണെങ്കിലാണ് ഒരു പാസ്റ്റ് ഉപയോഗിക്കുക. അല്ലെ, അങ്ങനെ പാസ്റ്റിൽ കഴിഞ്ഞു പോയ പല ആക്ഷൻസും പറയാം പാസ്റ്റ് ഫോം യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ യൂസ് ചെയ്ത ആക്ഷൻ വേർഡ്സുകളാണ് ചോദിക്കുന്നത്. ഇതാ, ഇത് അതിലെ വെർബാണ്. വോക്കഡ്. വോക്കഡ് പറഞ്ഞാൽ ഒരു ആക്ഷൻ വേർഡും ആണ്, വെർബും ആണ് കേട്ടോ. വെർബ് എന്ന് പറഞ്ഞ ആക്ഷൻ വേർഡാണ്. ദെൻ തോട്ട്, ഇതൊക്കെ എന്താണ്, came, was, ഇതൊക്കെ എന്താണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അല്ലെ, then which of these action were in progress at the time of narration? അല്ലെ, ഇനി ഇതൊക്കെ ആ പറഞ്ഞ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോഴല്ല, പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടില്ല, പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അത് എങ്ങനെ പറയും? വാക്ക് എങ്ങനെ പറയും? വാസ് വാക്കിംഗ് എന്ന് പറയും. സ്റ്റാൻഡ്, വാസ് സ്റ്റാൻഡിങ് പറയും. ടോക്ക്, വാസ് ടോക്കിംഗ് ടു സ്കൂൾ എന്ന് പറയും. വാസ് ആർഗ്യൂയിങ് എന്ന് പറയും. വേർ പ്ലേയിങ് എന്ന് പറയും. വാസ് ട്രൈയിങ് എന്ന് പറയും. വളരെ സിമ്പിൾ അല്ലേ. പാസ്റ്റിലൊരു കാര്യം കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ വാസ് ഓർ വേർ പ്ലസ് ING. അല്ലേ, പാസ്റ്റ് കണ്ടിന്യൂസ്. റെഡി? Now pick out the sentence from the passage and complete the table one has done for you. നോക്കാം. സെന്റൻസ്, വെർബ് ഉണ്ട്, ഫ്രേസ്, അതിലെ വെർബ് ഫേസ് എടുത്ത് എഴുതണം. ദെൻ സെന്റൻസ് എഴുതണം, ദെൻ വെർബ് ഫ്രേസ്. അല്ലേ, ഇതെന്താണ്? കംപ്ലീറ്റ് ആക്ഷൻ, ആക്ഷൻ ഇൻ പ്രോഗ്രസ്. ഇതെന്താണ്? ആക്ഷൻ, ഇത് കഴിഞ്ഞു പോയതാട്ടോ. കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്, കഴിഞ്ഞു പോയത്. ഓക്കെ, കഴിഞ്ഞു പോയ ഒരു സിമ്പിൾ കാര്യം കേട്ടോ. ഇതോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല കേട്ടോ. പ്രോഗ്രസ് ആണ്, അതാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. കണ്ടിന്യൂ ആണ് അല്ലെ, പ്രോഗ്രസ് ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത്. ഓക്കെ, ഇത് പാസ്റ്റിലൊരു കാര്യം കഴിഞ്ഞു പോയതാണ്, ഇത് പാസ്റ്റിലൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ക്ലിയർ? They walked through a street line with gardens. അല്ലെ, അവരെന്ത് ചെയ്തു, സ്ട്രീറ്റ് ലൈനിന്റെ ഇടയിലൂടെ അവർ ഇങ്ങനെ നടന്നു പോയി. അല്ലെ, പോയി, കഴിഞ്ഞു പോയി കേട്ടോ. അപ്പൊ അതിൽ walked ആണ് ഇത് എന്ത്, കഴിഞ്ഞു പോയി എന്ന് പറയുന്ന വെർബ്. അല്ലെ, പാസ്റ്റ് വെർബ് അല്ലെ, പാസ്റ്റ് ആക്ഷൻ. ഓക്കെ, ദെൻ the boy was walking to school. അല്ലെ, was walking അല്ലെ, അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയാൻ വാസ് ഓർ വേർ പ്ലസ് ING. ഓക്കെ, അപ്പോ വാസ് വാക്കിംഗ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ, ഇതിലെ വാസ് വാക്കിംഗ് ആണ് അതിലെ വെർബ്. ക്ലിയർ? Then the boy thought his father was punishing him. അല്ലെ, ഇവിടെ തോട്ട് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയി. Then തോട്ട് ആണ് അതിലെ വെർബ്. Then he was arguing with his father. അല്ലെ, was arguing, നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അല്ലെ, അവിടെ തൊട്ട് സ്കൂൾ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്ലെ, then when they came to the school gate, അവർ സ്കൂൾ ഗേറ്റിന്റെ മുമ്പിൽ എത്തി. came, എത്തി.
ആ പ്രോസസ്സാണ് അല്ലെ. എ ഫ്യൂ ചിൽഡ്രൻസ് വേർ, ഒരുപാട് പേരുണ്ടാകുമ്പോൾ വേർ വരും അല്ലെ. പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് അല്ലെ, വേർ പ്ലേയിങ്, കളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കുട്ടികൾ. ദർ വാസ് എ വാസ്റ്റ് ഫീൽഡ് അല്ലെ, ഒരു വാസ്റ്റ് ഫീൽഡ് ഉണ്ടായിരുന്നു. വാസാണ് ഇവിടെ. ഫാദർ വാസ് ട്രൈങ് ടു കൺവിൻസ്. മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. How do you differentiate between the two types of sentence? അല്ലെ, സെന്റൻസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. അതിൽ നിന്നും ആ ടേബിൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു, സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു. മറ്റൊന്ന് പാസ്റ്റ് കണ്ടിന്യൂ ആയിരുന്നു അല്ലെ. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് അല്ലെ, ഐ മീൻ V2 അല്ലെ. V2 V3 ഒക്കെയാണ് എവിടെ യൂസ് ചെയ്യുക? സിമ്പിൾ പാസ്റ്റ് അല്ലെ. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യുക, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് അല്ലെ, അതാണ് സിമ്പിൾ പാസ്റ്റ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ വാസ്, വേർ പ്ലസ് ING അല്ലെ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. നോക്കാം. What is the difference? Do you find the form of the verb used in the sentence? First one, fast form of the verb. ഇത് എവിടെ യൂസ് ചെയ്തത്? സിമ്പിൾ പാസ്റ്റ് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സിമ്പിൾ പാസ്റ്റ് ആണ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത് അല്ലെ, സിമ്പിൾ പാസ്റ്റ്. ദെൻ വാസ് ഓർ വെർബ് പ്ലസ് ING, ഇതെന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെ, പാസ്റ്റ് continuous tense, past continuous tense. Okay, both the sentences are in the past tense. ഇത് രണ്ടും പാസ്റ്റ് ആണ്. ഒന്ന് എന്താണ്? പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളോ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ പാസ്റ്റിൽ കഴിഞ്ഞു പോയതൊക്കെ അങ്ങനെ സിമ്പിൾ ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ പാസ്റ്റിൽ കഴിഞ്ഞു പോയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ പാസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതിൽ ഒരുപാട് ഗ്രാമറുകളൊന്നുമില്ല. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ദെൻ അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെ. പ്രസന്റിൽ ഒരു കാര്യം കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടേയിരുന്നിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വാസ് ഓർ വേർ പ്ലസ് ING. ഓക്കെ, ക്ലിയർ? We use the fast form of the verbs to state action completed in the past, such as sentences are said to be in the simple past. അല്ലെ, പാസ്റ്റിൽ ഒരു കാര്യം കഴിഞ്ഞു പോയിരുന്നു എന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then we use was or were plus ING form of the verb to denote the action in progress. അല്ലെ, പ്രോഗ്രസ് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂഷൻ അല്ലെ. This such sentences are called past continuous tense. അല്ലെ, ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 4. Look at the following sentence and underline the noun phrase in the subject position. One has been done for you. നോക്കാം. All vessels and bustles are seized അല്ലെ. All vessels and bustles seized അല്ലെ. അതിൽ സബ്ജക്റ്റും ഉണ്ട്, നൗൺസും ഉണ്ട് അല്ല, നൗൺ ഫ്രേസും ഉണ്ട്, വെർബ് ഫ്രേസും ഉണ്ട്. ദെൻ coaches glide into the space അല്ലെ, coaches glide into the space. My father felt deep sorrow. എൻ്റെ അച്ഛൻ എന്ത് ചെയ്ത്? വളരെ ഡീപ്പ് സോറോയിലോട്ട് പോയി അല്ലെ. ഓൾ പാസിസ് ഒച്ചയും വിളിയും ബഹളങ്ങളൊക്കെ സ്റ്റോപ്പായി എന്നർത്ഥം അല്ലെ. ഇനി നോക്കാം. ഓൾ സെന്റൻസ് കൺസിസ്റ്റ് ഓഫ് എ നൗൺ ഫ്രേസ്. എല്ലാത്തിലും ഒരു നൗൺ ഫ്രേസ് ഉണ്ട് ആൻഡ് എ വെർബ് ഫ്രേസ് അല്ലെ. ഒരു വെർബ് പാർട്ടും ഉണ്ടാവും, ഒരു നൗൺ പാർട്ട്. നൗൺ പാർട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ, അത് ആ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും. ആ സബ്ജക്റ്റ് ആ വരുന്ന ഭാഗമാണ് നൗൺ പാർട്ട്. അതുപോലെ ഇനി അവിടുന്ന് ഇങ്ങോട്ട് ബേക്കിലോട്ട് വരുന്നത് കുറേ എന്തായിരിക്കും? വെർബ് പാർട്ടായിരിക്കും, ബാക്കി പാർട്ടൊക്കെ. നോക്കാം. Now mark the noun phrases and the verb phrases in each of the following sentence. നോക്കാം. നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ് അല്ലെ. ഏതൊക്കെയാണ് നൗൺ ഫ്രേസുകളും വെർബ് ഫ്രേസുകളും നോക്കാം. ഫസ്റ്റ്, the sound of the wheels becomes a soothing peaceful melody. ഇതൊരൊറ്റ വേർഡ് ആയിട്ടാട്ടോ നിങ്ങൾ കാണേണ്ടത്. The sound of the wheels become a soothing peaceful melody. The sound of the wheels, വീൽസിന്റെ ആ സൗണ്ട് അത് വളരെ സൂത്തിങ്ങും പീസ്ഫുൾ മെലഡി ആയിട്ട് തോന്നി അല്ലെ. ഇവിടെ ഈ വീൽസ് ആണ് എന്ത്? നൗൺ ഫ്രേസ്. അപ്പൊ ഇതിന് മുമ്പിലോട്ട് പോകുന്ന ഇത്രയും പാട്ട് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എന്തിൽ പെടും? അത് നൗൺ ഫ്രേസ് ആയിരിക്കും. ആ പാട്ട് നൗൺ ഫ്രേസ്. ബാക്കി വരുന്ന പാട്ടുകളൊക്കെ എന്തിലോട്ട് വരും? വെർബ് ഫ്രേസ് ആയിട്ട് വരും. ഓക്കെ,
അടുത്തത് ഫാദർ വിൽ സ്ട്രൈറ്റ് അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ അല്ലെ. ഇതിൽ ഫാദർ മാത്രമേ ഉള്ളൂ നൗൺ ഫ്രേസ്, ബാക്കി കംപ്ലീറ്റ് എന്താണ് വരുന്നത് വെർബ് ഫ്രേസിലോട്ടാണ്. ദെൻ ഐ വാസ് കമ്മിങ് ടു റിസീവ് മൈ നോബൽ പ്രൈസ് അല്ലെ. ഇതിൽ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ്. വാസ് കമ്മിങ് ടു റിസീവ് ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ അല്ലെ. അത്രയും എന്താണ്? വെർബ് ഫ്രേസ് ആണ് കേട്ടോ. ദെൻ ദ കോച്ചസ് നോ ലോങ്ങർ റൺ ഓൺ റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് അല്ലെ. അതെന്ത് ചെയ്യുന്നില്ല? സ്ലീപ്പേഴ്സിലൂടെ റെയിൽസിലൂടെ അല്ല പോകുന്നത്. ദ കോച്ചസ് എന്ന് പറയുന്നത് മാത്രമാണ് അതിന്റെ നോൺ ഫ്രേസ്. ബാക്കി വരുന്നതൊക്കെ അതിന്റെ എന്താണ്? വെർബ്, ക്രിയാ ഭാഗമായിട്ടുള്ള വെർബ് ഫ്രേസ് ആണ് കേട്ടോ, ആക്ഷൻ ഫ്രേസ് ആണ്. ദെൻ മൈ ഫെലോ പാസഞ്ചേഴ്സ് വെർ ഡോസിങ് ഇൻ ദർ റെസ്പെക്റ്റീവ് കോർണർ അല്ലെ. എൻ്റെ ഫെലോ പാസഞ്ചേഴ്സ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യണത്? അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മൈ ഫെലോ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നൗൺ ഫ്രേസും ബാക്കി എന്താണ്? വെർബ് ഫ്രേസും ആണ് കേട്ടോ. ദെൻ ഐ എന്ന് പറയുന്നത് നൗൺ ഫ്രേസും ഐ വാസ് ലിസണിങ് ടു ദ റാറ്റ്ലിംഗ് ഓഫ് ദ ട്രെയിനിലെ വാസ് മുതൽ എന്ത് വരും? വെർബ് ഫ്രേസും വരും അല്ലെ. വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഈ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ. Let's play with words. Activity 1. Solve the word puzzle and clues given below will help you. അല്ലേ, നമ്മൾ പല ചാപ്റ്ററിൽ ഇപ്പം അവിടുന്ന് അങ്ങോട്ട് പഠിച്ചു പോയാൽ നമ്മുടെ ഫസ്റ്റ് എടുത്ത 2-3 ചാപ്റ്ററിലായിട്ട് ഹാഫ് എ ഡേയിലായിട്ടും അതുപോലെ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ പുതിയ പുതിയ വേർഡ്സുകൾ പഠിച്ചിട്ട് നമുക്ക് അറിയാമായിരുന്നു അതിൻ്റെ മറ്റ് പല വർക്കുകളും. അപ്പോൾ പുതിയ പുതിയ വേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെയൊക്കെ മീനിങ് നിങ്ങൾ എഴുതി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു പസിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പസിൽസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡൗട്ട്സ് ആൻഡ് കോംപ്രിഹെൻഷൻസ്, അപ്രിഹെൻഷൻസ് അല്ലെ. ഡൗട്ട്സും അപ്രിഹെൻഷൻസും. ഡൗട്ട്സ് പറഞ്ഞാൽ എന്താ? സംശയങ്ങൾ. അപ്രിഹെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംശയങ്ങളും ഭയങ്ങളൊക്കെ എന്തെങ്കിലും കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ട് വരുന്നതിനാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു ബോക്സ് ഇതാ ഇങ്ങനെ ഉണ്ടാവും ഇതിന്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം അത് ഞാൻ നേരിട്ട് അതിൻ്റെ ഈ ബോക്സിൽ വരുന്നതാണ് ഞാൻ നേരിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കാം. ഡൗട്ട്സ് ആൻഡ് അപ്രിഹെൻഷൻസ് ഏതാണ്? മിസ്ഗിവിങ്സ് പറയുന്ന വേർഡ്സ് കേട്ടിട്ടില്ലായിരുന്നോ ഹാഫ് എ ഡേയിൽ? ആ കുട്ടിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളായിരുന്നു അല്ലെ. ഇങ്ങനെ പേടിയും ഭയവും ഡൗട്ട്സും എല്ലാം കൊണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് സംശയാത്മകമായിട്ടുള്ള ചിന്തകളൊക്കെ, അതിനാണ് മിസ്ഗിവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെയിം വേർഡുകൾക്കുള്ള ഒരു പകരപദം തന്നെയാണ് ഇത്. ഓക്കെ, ദെൻ ദ ക്വാളിറ്റി ഓഫ് കണ്ടിന്യൂയിങ് വിത്ത് ഡിറ്റർമിനേഷൻ. എന്തെങ്കിലും ഒരു കാര്യം ഉറച്ച മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട്, ചില ആളുകൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല അല്ലെ. ചില ആളുകൾക്ക് ഉറച്ച മനസ്സോട് കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവർ എന്തെങ്കിലും ഒരു കാര്യം വളരെ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു ഇതിനാണ് നമ്മൾ പെർസെർവൻസ് എന്ന് പറയുന്നത്. എന്താണ്? ദെൻ പെർസെർവൻസ് അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്, ഒരേപോലെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വെരി കോംപ്ലക്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ഇതിലാണ്. ഇതൊക്കെ ഡൗൺ ആട്ടോ, താഴോട്ടാണ് ആ കള്ളിയിൽ കൊടുക്കേണ്ടത്. വെരി കോംപ്ലക്സ്, ലൈഫിൽ ഭയങ്കര പ്രോബ്ലംസ്, കോംപ്ലക്സിറ്റി ഇങ്ങോട്ട് നിറയുക, ഡിഫറെൻറ്റ് പ്രോബ്ലംസോടും ഇങ്ങോട്ട് മനുഷ്യൻ്റെ ലൈഫ് കോംപ്ലക്സ് ആണ് അറിയില്ലേ. ഒരുപാട് നിഗൂഢതകളും മറ്റു കാര്യങ്ങളൊക്കെ നിറഞ്ഞ് കോംപ്ലക്സ് ആയ സിറ്റുവേഷനിൽ വരുമ്പോൾ ഇൻട്രിക്കേറ്റ് എന്ന് പറയും. എന്താണ് പറയുക? ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ കോംപ്ലക്സിറ്റി ആയിട്ട് മാറൂലേ, വളരെ നിഗൂഢവും ഒക്കെ ആയിട്ട് മാറുന്ന ലൈഫ് ഉണ്ടല്ലോ, അതിനാണ് ഇൻട്രിക്കേറ്റ് എന്ന് പറയുന്നത്. ലീപ്പിംഗ് ആൻഡ് ജമ്പിങ് അല്ലെ, ചാടുകയും കുതിച്ച് ചാടുകയൊക്കെ ചെയ്യുന്നില്ലേ, അത് നമ്മൾ വോൾട്ടിങ് എന്ന് പറയും. വോൾട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കുതിച്ച് ചാടുന്നതിന് തന്നെയാണ് കേട്ടോ വോൾട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ മലക്കം മറിഞ്ഞ് ചാടുക എന്നൊക്കെ പറയില്ല, അതിനൊക്കെയാണ് വോൾട്ടിങ് എന്ന് പറയുക. ദെൻ സീരിയസ് സെവറൽ ഹാർഷ് ഇൻ അപ്പിയറൻസ് അല്ലെ. വളരെ ചില ആളുകളുടെ മുഖം കണ്ടാൽ ഭയങ്കര ദേഷ്യവും ഹാർഷൊക്കെ ആയിട്ട് റഫായിട്ടുള്ള ഫേസ് ഒക്കെ തോന്നും അല്ലെ. വളരെ രോഷാകുലമായിട്ടുള്ള ഒരു ഫേസ് ഒക്കെ ആയിരിക്കും, വളരെ ഗൗരവത്തിലൊക്കെ ഉള്ള. അതിനാണ് നമ്മൾ ഗ്രിം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രിം. ദെൻ a high pitched shrill and loud sound often associated with tires or brakes അല്ലെ. നമ്മൾ ടയറും ബ്രേക്കൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവുന്ന ചില ശബ്ദമുണ്ട്. ഒരു റോട്ടിലൊക്കെ കാണാം നമുക്ക് ആ ശബ്ദം നന്നായിട്ടൊരു അലർച്ച പോലത്തെ ശബ്ദമാണ് ഉണ്ടാവുക അല്ലെ. നമ്മൾ ഓടിപ്പോയി നോക്കി എന്താണ് ആ വണ്ടിക്ക് പറ്റിയെന്നൊക്കെ, അങ്ങനത്തെ ഒരു ശബ്ദം, അങ്ങനെ അലർച്ച പോലത്തെ ഒരു ശബ്ദത്തിനാണ് നമ്മൾ സ്ക്രീച്ച് എന്ന് വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു അലർച്ച പോലത്തെ ഒരു ലൗഡ് വോയിസ്, അതിനാണ് സ്ക്രീച്ച് എന്ന് പറയുന്നത്. ഇനി ക്രോസ് ചെയ്തിട്ടുള്ള, അതോ താഴോട്ടല്ല, ഇനി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് എഴുതാനുള്ളത്.
6 ആണ്. നമ്പർ നോക്കാതെ വേണം തെറ്റ് ചെയ്താൽ കേട്ടോ, തെറ്റാതെ എഴുതുക കേട്ടോ, നമ്പർ നോക്കുക. ഓക്കെ, എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പീസ്. വളരെ ഊർജ്ജസ്വലരായിട്ട്, ഹാപ്പി ആയിട്ട്, എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ലേ, വളരെ ഊർജ്ജസ്വലമായി ഹാപ്പി ആയിട്ടുള്ള, വളരെ പീസ്ഫുൾ ആയിട്ട് സന്തോഷത്തോടെയുള്ളൊരു, ഊർജ്ജസ്വലതയും സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു മൈൻഡില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെവൻ വൺ ഫില്ലഡ് ഓർ ക്രൗഡഡ്. ഫില്ലഡ് ഓർ ക്രൗഡഡ് എന്ന് പറഞ്ഞല്ലേ, നിറഞ്ഞു തുളുമ്പാണ്. ഇവിടെയൊക്കെ ആളുകളെ കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിറഞ്ഞ് കവിയാണെന്ന് പറയില്ലേ, കവിഞ്ഞൊഴുകുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ക്രാമഡ് എന്ന് പറയുന്നത് അല്ലേ. ഒരു കാല് കുത്താൻ പോലും സ്ഥലമല്ല, അതിങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക, നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ്, തുളുമ്പ്, ആളുകളെ കൊണ്ട് തിക്കും തിരക്കും. അങ്ങനെ ആ തിക്കും തിരക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ക്രാമഡ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുക. ദെൻ നോട്ട് സ്പോയിൽഡ് ഓർ ഡാമേജ്ഡ് അല്ലേ, അധികം പരിക്ക് പറ്റാത്ത അല്ലെ, ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല, അതിന് നമ്മൾ അൺമാരീഡ് എന്ന് പറയും. എന്താണ് നമ്മൾ അൺമാരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആംഗ്രി ഓർ ബാഡ് ടെമ്പർ ലുക്ക്, അതിന് നമ്മൾ പറയാം ഒരു, അതിന് നമ്മൾ സ്കൗൾ എന്ന് പറയും. ഒരു ദേഷ്യമൊക്കെ ഉള്ള, ഒരു നെറ്റിയൊക്കെ ചുളിച്ചിട്ടുള്ള ഒരു ഭാവമുണ്ട് അല്ലെ, ഒരു പുച്ഛഭാവം, അതിനാണ് നമ്മൾ സ്കൗൾ എന്ന് പറയുന്നത് കേട്ടോ. സ്കൗൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പുച്ഛഭാവം, ഭാവത്തിനാണ് നമ്മൾ സ്കൗൾ എന്ന് പറയുന്നത്. ക്ലിയർ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ആ വേർഡുകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ താഴോട്ടും മേലോട്ടും അതിന്റെ മീനിങ് അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ക്ലിയർ? Then activity 2. Read the following sentence. Deep with me, there was a wondrous joy at the receiving the Nobel Prize. അല്ലേ, ഈ സെന്റൻസുകളൊക്കെ വായിക്കാനാണ് പറഞ്ഞത്. ഡീപ് വിത്ത് മീ there was a wondrous joy at the receiving Nobel Prize. അല്ലേ, എൻ്റെ മനസ്സിൻ്റെ ആയത്തിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ ആ നോബൽ പ്രൈസ് കിട്ടിയതിൽ എനിക്ക് എന്തുണ്ട്, ഒരു അതിശയമായിട്ടുള്ള വളരെ ഊർജ്ജസ്വലമായ ഒരു സന്തോഷം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. സോ ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് ദ മൂവ്മെന്റ് ഓഫ് ദ ട്രെയിൻ. അല്ലേ, വളരെ സൗണ്ട്ലെസ് ആയിട്ട്, ലൈറ്റ് ഒന്നും ഇല്ലാത്ത, വളരെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത്, ട്രെയിൻ അല്ലേ. എ വണ്ടർഫുൾ ലുക്ക് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. അല്ലെ, അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു വണ്ടർഫുൾ ആയിട്ട്, മനോഹരമായിട്ടുള്ളൊരു കണ്ണുകളായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ ഉള്ളിലോട്ട് വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഹൗ ഡു ദ ഹൈലൈറ്റ് വേർഡ്സ് ആഡ് മീനിങ് ടു ദ സെന്റൻസ്. അല്ലേ, അപ്പോൾ ഇതിൽ പല വേർഡ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടർഫുൾ ലുക്ക് എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ അറിയാം, പലതും വണ്ടർലെസ് ജോയ്, വണ്ടർഫുൾ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കണ്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, സൗണ്ട്ലെസ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും കൂടെ അതിനെ ഒന്ന് പ്രൗഡ് കൂട്ടിയിട്ടുണ്ട് അല്ലേ, ഒന്ന് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് ആ വാക്കുകൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. They provide more information about the nouns that follow them. അല്ലേ, അവരെ ഫോളോ ചെയ്ത് വരുന്ന നൗണിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ, കൊടുക്കുന്നില്ലേ? നോക്കിയേ, എങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഓഫ് ദ ട്രെയിൻസ് ആണ്, സൗണ്ട്ലെസ് ലൈറ്റും ആയിട്ടില്ല അല്ലേ. അപ്പോൾ there was a wondrous joy at the receiving Nobel Prize കിട്ടുമ്പോൾ അതൊക്കെ ആ നൗണിന്, ഇനി വരാൻ ആ നൗണിന് എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ആ വാക്കുകൾ സഹായിക്കുന്നുണ്ട്. നോക്കാം. സച്ച് വേർഡ്സ് ആർ കോൾഡ് അഡ്ജക്റ്റീവ്സ്. അല്ലെ, നൗണിനെ വിശേഷിപ്പിക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? നൗണിനെ വിശേഷിപ്പിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കും. ഓക്കെ, അഡ്ജക്റ്റീവ്സ് മേക്സ് ഡിസ്ക്രിപ്ഷൻസ് റിച്ചർ ആൻഡ് മോർ എഫക്റ്റീവ്. അല്ലെ, കൂടുതൽ വിവരങ്ങളും തരും, അതുപോലെ മോർ എഫക്റ്റീവ് ആയിട്ട് മാറ്റും നൗണിനെ. നോക്കാം. Noun go through the following passage, identify the adjectives and note them down. അല്ലെ, നൗ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ അഡ്ജക്റ്റീവ്സ് ഒക്കെ കണ്ട് അത് എഴുതിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇമാജിൻ ദോസ് പിറ്റിഫുൾ പെന്നിലെസ് വണ്ടേഴ്സ് ഹു വൺസ് roamed the expanse of farmland in your youthful days, embracing their carefree, playful pranks and melodious tones. How much I owe to them all the laughter, the playfulness and craziness they painted my youth with vivid hues. അങ്ങനെയുള്ള വേർഡുകൾ അതിൽ പ്രത്യേകം എടുത്തു പറയാത്തവരെ കാണുന്നുണ്ട്. ഇമാജിൻ ദോസ് പിറ്റിഫുൾ ആയിട്ടുള്ള, പെന്നിലെസ് ആയിട്ടുള്ള വാണ്ടേഴ്സിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകൾ, വാസ് റോം അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ഫാമിലി ആൻഡ് യുവർ യൂത്ത്ഫുൾ ഡേയ്സ്. അല്ലേ, എംബ്രാസിങ് ദെയർ കെയർ ഫ്രീ പ്ലേഫുൾ പ്ലാങ്സ് ആൻഡ് മെലഡീസ് ടൂൺസ്. അല്ലേ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവരുടെ ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ യൂത്ത്ഫുൾ ഡേയ്സിലൊക്കെ നമ്മൾ അവരെ അത്ഭുതപ്പെടുത്താറുണ്ട്. അവരുടെ ആ ഭ്രാന്തമായിട്ടുള്ള പല കാര്യങ്ങളും, ചിലപ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് പോലും ഇങ്ങനത്തെ ഡയലോഗ് പറയാൻ വയ്ക്കുന്നില്ലല്ലോ. അവർ പലതും വിളിച്ച് പറയും അല്ലേ, നമുക്ക് അങ്ങനെ കഴിയുന്നില്ല, അവരെ പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഭ്രാന്തമായി നടന്നു ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ വളരെ മനോഹരമായിട്ട് നടക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ. ഹൗ മച്ച് ഐ ഓവ് ടു ദം ഓൾ ദ ലോഫ് ആൻഡ് ദ പ്ലേഫുൾ, ഈ ക്രേസിനെസ് ദേ പെയിന്റ് ടു മൈ യൂത്ത് വിത്ത് ഹിസ് വോയ്സ്. അല്ലെ,
ഇത് നന്ദി പറയാണ് അവരോടൊക്കെ, അങ്ങനെയുള്ള അവരുടെ ക്രേസിനെസ് ആയിട്ടും പ്ലേഫുൾ ആയിട്ടുള്ള അവരോടൊക്കെ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളോടൊക്കെ നന്ദി പറയാണ്. നോക്കാം, നമുക്ക് അതിലെ അഡ്ജക്റ്റീവ്സ് അറിഞ്ഞാൽ മതി. ഇതിന് മീനിങ്ങിന് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അഡ്ജക്റ്റീവ്സ് നോക്കാം. പിറ്റിഫുൾ എന്ന് പറയുന്നത് ഒന്നും കൂടെ വർണ്ണിക്കുകയാണ്, പെന്നിലെസ് വർണ്ണനയാണ്. കെയർഫുള്ളി, ദെൻ പ്ലേഫുൾ, ഇതൊക്കെ ഒന്നും കൂടെ മോറായിട്ട് അതിനെ വർണ്ണിക്കുന്നുണ്ട് കേട്ടോ. പ്ലേഫുൾനെസ്, ഓക്കെ. യൂത്ത്ഫുൾ കണ്ടുവിടാം, യൂത്ത്ഫുൾ ഡേയ്സ്, യൂത്ത്ഫുൾ ആ ഡേയുടെ ആണ് യൂത്ത്ഫുൾ ഡേയ്സ്. യൂത്ത് വിത്ത് വിവിഡ് ഹ്യൂസ് അല്ലേ. ഇതൊക്കെ എന്താ വെച്ചാൽ ഒന്നും കൂടെ അഡ്ജക്റ്റീവ്സിന് ഒന്നും കൂടെ നൗണിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും കൂടെ ഒന്ന് വിവരിക്കുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടുന്നത് അല്ലേ. ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെയാണ് പിറ്റിഫുൾ, പെന്നിലെസ്, കെയർഫുള്ളി, പ്ലേഫുൾ, മെലോഡിയസ്, യൂത്ത്ഫുൾ ആൻഡ് വിവിഡ്. ഇത്രയാണ് അതിലെ അഡ്ജക്റ്റീവ്സ്. ക്ലിയർ? Have you ever wondered if it might be possible for words to put on different heads in different contexts? It would be possible for a noun or an adverb to turn into an adjective, for example. Have you ever wondered if it might be possible for words to put different heads in different contexts? നിങ്ങൾ ഇങ്ങനത്തെ വേർഡ്സുകൾ പല സാഹചര്യങ്ങൾ പല രീതിയിലും വന്നപ്പോൾ നിങ്ങൾ വണ്ടർ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. would it be possible for a noun or adverb to turn into adjectives, for example? ഇനി ഒരു നൗണും ഒരു adverb അതിന് പകരം മാറ്റി വെക്കാൻ പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. നൗ ടേൺ ഇൻ ടു അഡ്ജക്റ്റീവ്. നൗൺ എങ്ങനെ അഡ്ജക്റ്റീവ് ആയിട്ട് മാറുന്നത് നോക്കാം അല്ലെ. ഒരു നൗണ് ടേൺ ഇൻ ടു അഡ്ജക്റ്റീവ്. ചില സമയത്ത് നൗണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരും അല്ലെ. നോക്കാം. ഫയർ എഞ്ചിൻ അല്ലെ, ഒന്ന് നോക്കിയേ. ഫയർ എഞ്ചിൻ, ഇത് നിങ്ങൾക്ക് നൗൺ അല്ലേ അവിടെ അഡ്ജക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടി കോണ്ടസ്റ്റ് അല്ലേ, അതുപോലെ ഹോഴ്സ് കാരിയേജ് അല്ലേ, ഇതൊക്കെ നൗൺ തന്നെയാണ് ഇവിടെ അഡ്ജക്റ്റീവ്. ഹോഴ്സ് കാരിയേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഹോഴ്സ് എന്ന് പറയുന്ന നൗണ് കാരിയേജിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ. അവിടെ എന്താണ് ദെൻ വെയിറ്റ് ലിഫ്റ്റർ എന്താണ് ഈ ലിഫ്റ്റർ എന്താണ് ഇവിടെ വരുന്നത്, നൗൺ തന്നെയാണ് അല്ലെ. നൗണ് കൊണ്ടാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ദെൻ ടാക്സി ഡ്രൈവർ അല്ലെ, ടാക്സി എന്താണ്, നൗൺ ആണ്. ഡ്രൈവറും എന്താണ്, രണ്ടും എന്താണ്, നൗണ് തന്നെയാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് അഡ്ജക്റ്റീവ്സിന് പകരം ഇവിടെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്, നൗണിനെ കൊണ്ട് തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ദെൻ ഫോൺ കേസ്, മാർബിൾ സിറപ്പ്, ഇങ്ങനെയുള്ള എല്ലാതും അതിനുള്ള എക്സാമ്പിൾ ആണ് അല്ലെ. ദെൻ അഡ്വർബ് ടേൺ ടു അഡ്ജക്റ്റീവ്സ്. ഇനി അഡ്വർബ് പകരം യൂസ് ചെയ്യണം. ഇനി അഡ്വർബ് യൂസ് ചെയ്യണം. ഇവിടെ നൗൺ ആണ് അഡ്ജക്റ്റീവ്സ് പകരം യൂസ് ചെയ്തത്. ഇനി അഡ്വർബ് പറഞ്ഞാൽ എന്താ, വെർബിനെ വിശേഷിപ്പിക്കുന്നതാണല്ലോ അഡ്വർബ്. ഇനി അഡ്വർബ് അഡ്ജക്റ്റീവിന്റെ ഒരു ഇതിലോട്ട് പോകുമ്പോൾ നോക്കാം. സ്വിഫ്റ്റ് കാർ അല്ലെ, സ്വിഫ്റ്റ് കാർ അല്ലെ. നോക്കാം. ഹൈ ജമ്പ്, ഹാർഡ് വർക്ക്, ഫാസ്റ്റ് ബേർഡ്, ഇതൊക്കെ എന്താണ്, അഡ്വർബ് ആണ്. ലൗഡ് വോയിസ് അഡ്വർബ് ആണ്. ശ്രിൽ ക്രൈ എന്താണ്, അഡ്വർബ് ആണ് അല്ലെ. ഇവിടെയൊക്കെ അഡ്വർബ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ നൗണിനെ വിശേഷിപ്പിക്കുന്നത്. നോക്കാം. Now look at the following sentence from the story of half a day. അല്ലെ, half a ഡേയിൽ ഒരു സെന്റൻസ് നോക്കാം. Dust laden winds and unexpected accidents came about suddenly, so we had to be watchful and very patient. അല്ലെ, പെട്ടെന്ന് പൊടിക്കാറ്റുകളും അപകടങ്ങളും എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വരുന്ന ആക്സിഡന്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കെയർഫുൾ ആയിട്ട് വാച്ച്ഫുൾ ആയിട്ട് നിൽക്കുകയും വേണം. ഇൻ ദിസ് സെന്റൻസ് ഡസ്റ്റ് ആൻഡ് ലാഡൻ അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡസ്റ്റ് ലാഡൻ രണ്ട് വേർഡാണ് ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. ആർ കമ്പൈൻഡ് ടു ക്രിയേറ്റ് എ സിംഗിൾ ഡിസ്ക്രിപ്റ്റീവ് ടേൺ ടു ഗീവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് എ നൗൺ അല്ലെ. ഈ വിൻഡ് എന്ന് പറയുന്ന ഈ നൗണിനെ വിശേഷിപ്പിക്കാൻ ഇവിടെ രണ്ട് പേരാണ് ഈ ഒന്നിച്ച് വന്നിരിക്കുന്നത്, ഡസ്റ്റും ലാഡനും അല്ലെ. നോക്കാം. വാട്ട് ആർ സച്ച് ഡിസ്ക്രിപ്റ്റീവ് ടേംസ് കോൾഡ്? ഇങ്ങനെയുള്ള വേർഡ്സ് രണ്ടെണ്ണം നൗണിനെ വിശേഷിപ്പിക്കാൻ ഒന്നിച്ച് വരുമ്പോൾ അവർ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ, കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് അല്ലെ. രണ്ട് വേർഡുകൾ കൂടി ചേർന്നത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്താ നമ്മൾ പഠിച്ചു നൗണിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ വെറും വിശേഷണമല്ല, രണ്ടുപേര് ഒന്നിച്ച് വന്നിട്ട് നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. ഡസ്റ്റ് ലാഡൻ ഇസ് എ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ആണ്. നോക്കാം. എ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് മെയ്ഡ് ഓഫ് 2 or more വേർഡ്സ് ദാറ്റ് വർക്ക് ടു ദ ഡിസ്ക്രൈബ് നൗൺ അല്ലെ. രണ്ടിൽ കൂടുതലോ വാക്കുകൾ വന്നിട്ട് ഒന്നിച്ച് ചേർന്നിട്ട് നൗണിനെ വിശേഷിക്കുമ്പോൾ അത് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ആയിട്ട് മാറും. ഓക്കെ, അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ്. ഇവിടെ ഒരു ഉദാഹരണമുള്ളത് ഡസ്റ്റ് ലാഡൻ വിൻസ്. ഓക്കെ, there are other compound adjectives in this unit. Find and note them in the space below.
ആൻസർ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ഹൈ വാൾഡ്, ട്രീ ലാൻഡ് അല്ലെ. ഇതൊക്കെയാണ് കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എക്സാമ്പിൾ ഉള്ളത്. ഹൈ വാൾഡ് ആൻഡ് ട്രീ ലാൻഡ് കേട്ടോ. 2 വേർഡ്സ് ആണ് ഇവിടെ വന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് അല്ലെ. ദെൻ make a few compound adjectives using the words given in the boxes and complete the story. One has been done for you അല്ലെ. നമുക്ക് കൂടുതൽ വേർഡ്സുകൾ നോക്കാം. ഡബിൾ സ്റ്റോറേഡ് അല്ലെ. ഡബിൾ സ്റ്റോറേഡ് 2 വേർഡ് കൂടിയിട്ടാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. റെഡ് ബ്രിക്ക്ഡ്, കൈൻഡ് ഹേർട്ടഡ് മാൻ എന്നൊക്കെ പറയില്ലേ. ട്രീ ലാൻഡ്, സോഫ്റ്റ് സ്പോക്കൺ എന്നൊക്കെ പറയുന്ന പോലെ. ഇതൊക്കെ എന്താണ്? കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് ആണ്. നമുക്ക് ഇനി ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഈ വേർഡ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ. എ സോഫ്റ്റ് സ്പോക്കൺ ഗേൾ ലീവ്ഡ് ഇൻ എ സ്മോൾ അല്ലെ. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ഓക്കെ. ലീവ്ഡ് ഇൻ എ സ്മോൾ ഡബിൾ സ്റ്റോറേഡ് ഹൗസ്. ഏത് വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്? സ്മോൾ ആയിട്ടുള്ള ഡബിൾ സ്റ്റോറേഡ് ഹൗസിലായിരുന്നു അല്ലെ. ആ ഹൗസിനെയാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഗേൾ എന്ന് പറയുന്ന നൗണിനെയും ഇവിടെ ഹൗസിനെയാണ് ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് കൊണ്ട് വിശേഷണം വന്നിരിക്കുന്നത്. ഓൺ എ ക്വൈറ്റ് ട്രീ ലൈൻഡ് സ്ട്രീറ്റിനെയാണ് ട്രീ ലൈൻഡ് വിശേഷിപ്പിക്കുന്നത്. എവറി ഡേ ഷീ വാക്ക്ഡ് ടു ദ നിയർ ബൈ റെഡ് ബ്രിക്ക്ഡ് സ്കൂൾ. അവിടെ റെഡ് ബ്രിക്ക്ഡ് സ്കൂളിലോട്ട് അവൾ എന്ത് ചെയ്യും? പോവും. വേർ ഷി വാസ് ടോട്ട് ബൈ കൈൻഡ് ഹേർട്ടഡ് ടീച്ചർ. അവിടെ ആര് പഠിപ്പിക്കുന്നുണ്ട്? ഒരു കൈൻഡ് ഹേർട്ട് ആയിട്ടുള്ള ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ കോമ്പൗണ്ട് അഡ്ജക്റ്റിന് ശേഷം നൗണുകൾ കാണുന്നുണ്ടാവും. ആ നൗണിനെ വിശേഷിപ്പിക്കാനാണ് ഈ ജോയിന്റ് ചെയ്ത് വന്നിട്ടുള്ള കോമ്പൗണ്ട് അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ആക്ടിവിറ്റി 3. റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് അബൌട്ട് ദ സ്റ്റോറി ഹാഫ് എ ഡേ അല്ലെ. ഇനി ഇവിടെ ഒരു ഹാഫ് എ ഡേയിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. The boy initially fears that the life in school will be an unbearable and fearful experience അല്ലെ. കുട്ടി തുടക്കത്തിൽ വിചാരിച്ചിരുന്നത് എന്താണ്? ഭയങ്കര ഭയാനകരും ഉൾക്കൊള്ളാനൊന്നും കഴിയാത്ത ആ സംഭവമായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. On the way to school, his father convinced him that school is quite enjoyable and that there is nothing to fear അല്ലെ. കുട്ടിയെ പോണ വഴിയിലൊക്കെ അച്ഛൻ പറയുന്നുണ്ട് വളരെ എൻജോയബിൾ ആണ്, അവിടെ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. Later at school, he talks to the woman in charge and plays with his friend, finding the experience extremely enjoyable and engaging. Over time, he comes to believe in the value of education അല്ലെ. അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ഫ്രണ്ട്സും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചപ്പോഴാണ് അത് വളരെ എൻജോയബിളും വളരെ എൻഗേജിങ്ങും ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് മനസ്സിലായതും അദ്ദേഹം എന്ത് വിശ്വസിക്കാൻ തുടങ്ങിയതും ആ കുട്ടിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? he believe in value of education. എഡ്യൂക്കേഷന്റെ മൂല്യത്തിൽ അത് വിശ്വസിച്ചു. ക്ലിയർ? Do the words unbearable, enjoyable, extremely convey the same meaning, their root form of the bear, enjoy, extreme. Bear എന്ന് പറയുന്ന വേർഡ് അൺബിയറബിളിന്റെ ഉള്ളിലുണ്ട്. കണ്ടോ? എൻജോയബിളിന്റെ ഉള്ളിൽ ഒരു എൻജോയ് ഉണ്ട്. എക്സ്ട്രീംലി എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം ഉണ്ട് അല്ലെ. ഇതിന്റെയൊക്കെ കൂടെയാണ് ആ വാക്ക് വന്നിരിക്കുന്ന വാക്കുകൾ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. എന്താണ്? ഇൻ അഡീഷൻ ഓഫ് unable and ab etc at the beginning or end of the word adds shade of meaning in the word. This is called affixation അല്ലെ. affixation എന്നാണ് പറയുക അല്ലെ. പ്രിഫിക്സും സഫിക്സും അല്ലെ. നോക്കാം. എ ലെറ്റർ ഓർ ഗ്രൂപ്പ് ഓഫ് ടെൻഡേഴ്സ് ആഡഡ് ടു ദ ബിഗിനിങ് ഓഫ് ദ വേർഡ് ആണെങ്കിൽ എന്ത് പറയും മക്കളെ? പ്രിഫിക്സ് എന്ന് പറയും അല്ലെ. ഒരു വേർഡിന്റെ മുമ്പിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രിഫിക്സ് എന്ന് പറയും. എ ലെറ്റർ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡഡ് ടു ദ എൻഡ് ഓഫ് ദ വേർഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സഫിക്സ് എന്ന് പറയും. ഇത് നിങ്ങൾ ഒരുപാടായിട്ട് പഠിക്കുന്ന അല്ലെ. നമ്മൾ 8th വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വേർഡിന്റെ എൻഡിങ്ങിലാണെങ്കിൽ സഫിക്സ് എന്ന് പറയും, ഒരു വേർഡിന്റെ മുമ്പിലാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രിഫിക്സ് എന്ന് പറയും. ഈസിയാണ് അല്ലെ. Now complete the table by adding suitable affix to the words taken from the above passage. നോക്കാം. affix, prefix, word, suffix. നോക്കാം ഏതൊക്കെയാണ് എവിടേക്കാണ് ചേർത്തിട്ടുള്ളത്. ഇവിടെ ഫിയർ ഉണ്ട്, പക്ഷെ അതിന് മുമ്പിലൊന്നുമില്ല, പ്രിഫിക്സ് ഇല്ല, സഫിക്സ് ആണ്. ഫിയർഫുൾ എന്താണ്? ഫിയർഫുൾ കൂട്ടി വായിക്കണം കേട്ടോ. ദെൻ ഇവിടെ ഇൻവാല്യൂ, വാല്യുവബിൾ രണ്ടും ചേർക്കാം. ഇൻവാല്യുവബിൾ വരും, ഇൻവാല്യൂ വരും, വാല്യുവബിൾ വരും അല്ലെ. ഇതിന് ഈ വാല്യൂ പറയുന്ന വേർഡിന് മുമ്പിൽ പ്രിഫിക്സും വരും, സഫിക്സും വരും. ദെൻ ബിയറിന് മുമ്പിൽ അൺബിയറബിൾ. എന്താണ്? അൺബിയറബിൾ അല്ലെ. എന്താണ്? ഇൻവാല്യുവബിൾ പോലെ തന്നെയാണ് അൺബിയറബിൾ. അതിൽ എന്ത് വരുന്നുണ്ട്? സഫിക്സും വരുന്നുണ്ട്, പ്രിഫിക്സും വരുന്നുണ്ട്. ഇനി എൻജോയുടെ മുമ്പിൽ എൻജോയബിൾ എന്ന് മാത്രമേ വരുന്നുള്ളൂ അല്ലെ. സഫിക്സ് മാത്രമേ വരുന്നുള്ളൂ, പ്രിഫിക്സ് വരുന്നില്ല. ദെൻ
എക്സ്ട്രീമിലി എന്താ വരുന്നത്? പ്രിഫിക്സ് ഉണ്ടോ? ഇല്ല, പ്രിഫിക്സ് ഇല്ല, സഫിക്സ് മാത്രമേ ഉള്ളൂ, LY. ദെൻ അഫിക്സേഷൻ ഏതാ വേർഡ് വരുന്നത്? ബിലീവ് ആണ്. ബിലീവിന്റെ മുമ്പിൽ എന്താ ഉള്ളത്? ഡിസ്ബിലീവബിൾ അല്ലെ? ഡിസ്ബിലീവബിൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിഫിക്സും വരുന്നുണ്ട്, സഫിക്സും വരുന്നുണ്ട്, മുമ്പിലും വരുന്നുണ്ട്, ബേക്കിലും വരുന്നുണ്ട്. ക്ലിയർ? ദെൻ വാട്ട് ഹാപ്പൻ വെൻ അഫിക്സേഷൻസ് ആർ ആഡഡ് ടു ദ വേർഡ്സ് അല്ലെ? വേർഡ്സിന്റെ മുമ്പിൽ ഇത് വരുമ്പോ എന്താ സംഭവിക്കുന്നത്? ഓപ്പോസിറ്റ് മീനിങ് ഒക്കെ ആവുന്നുണ്ട് അല്ലെ? നോക്കാം. പ്രിഫിക്സ് ചേഞ്ച് ദ മീനിങ് ഓഫ് ദ വേർഡ്, ചേഞ്ച് ദ ടെൻസ്, വെർബ് ഫോം അല്ലെ? പ്രിഫിക്സ് ചേർക്കുമ്പോൾ അതിന്റെ മീനിങ് തന്നെ മാറുന്നുണ്ട്. വാല്യുബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യമായത് അല്ലെ? ഇൻവാല്യുബിൾ പറഞ്ഞാലോ? മൂല്യമില്ലാത്തത് എന്നൊരർത്ഥം വരുന്നല്ലോ. ഓപ്പോസിറ്റ് മീനിങ് അല്ലെ? വേർഡിന്റെ മീനിങ് തന്നെ മാറുന്നുണ്ട്. ബിയറബിൾ ഭയാനകരം, അൺബിയറബിളോ? ഭയാനകരമല്ലാത്തത് എന്നൊരർത്ഥം വരും അല്ലെ? ബിലീവബിൾ വിശ്വസിക്കാൻ പറ്റുന്നത്, അൺബിലീവബിൾ ആവും. ഡിസ് ചേർക്കുമ്പോൾ ഡിസ്ബിലീവബിൾ പറയുമ്പോൾ വിശ്വസിക്കാൻ സാധിക്കാത്ത, ബിലീവബിൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നത്, ഡിസ്ബിലീവബിൾ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത്. ടോട്ടലി എന്താണ്? 100% മീനിങ് മാറുകയാണ് കേട്ടോ. ദെൻ ഇനി ചേഞ്ച് വരുന്നത്, ചേഞ്ച് ടെൻസ്, വെർബ് ഫോം അല്ലെ? ഫിയർ, ഫിയർഫുൾ, എൻജോയ്, എൻജോയബിൾ, എക്സ്ട്രീം, എക്സ്ട്രീമിലി അല്ലെ? അങ്ങേ അറ്റം, അങ്ങേ തലത്തിൽ അല്ലെ എന്ന് പറയുന്ന ഒരു ടെൻസിലാണ് മാറ്റം വരുന്നത് സഫിക്സ് ചേർക്കുമ്പോൾ കേട്ടോ. പ്രിഫിക്സ് ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മീനിങ് 100% ഓപ്പോസിറ്റ് ആയിട്ട് മാറുകയാണ്. Now create new words by adding the affixation in the box to the words given. Word എഗ്രി, എൻജോയ് അല്ലെ? എന്താണ് എഗ്രി, എൻജോയബിൾ? എങ്ങനെ? ഡിസ്എഗ്രി അഫിക്സേഷനും പ്രിഫിക്സും ഉണ്ട് കേട്ടോ. രണ്ടും നോക്കാം. അത് നിങ്ങൾ ഇത് വേർഡ്സ് ആണ്, ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എഗ്രി നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? അൺഎഗ്രി എന്നൊന്നും പറയില്ല. എന്താ പറയാ? ഡിസ്എഗ്രി എന്ന് പറയാം അല്ലെ? എഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് ഡിസ്എഗ്രി കിട്ടും അല്ലെ? ക്യുക്ക് എന്താ പറയാ? അണ്ണ് പറയാം അല്ലെ? അൺക്യുക്ക് ചേർക്കാറുണ്ട് അല്ലെ? ക്യുക്കബിൾ എന്ന് പറയാറുണ്ട് അല്ലെ? അടുത്തത് പ്ലേ എന്താണ്? പ്ലേഫുള്ളി അല്ലെ? പ്ലേഫുൾ എന്ന് പറയാറുണ്ട് അല്ലെ? അടുത്തത് മേർജ് എന്ന് പറയും, മേർജ്, എഫേർഡ്, അൺഎഫേർഡ് അല്ലെ? അടുത്തത് എൻജോയ് എന്ന് പറയുന്നത് ഫ്ലെക്സ്, ഹാപ്പി, ബിൽഡ്, എക്സ്റ്റെൻസ് അല്ലെ? ഇനി ചേർക്കാനുള്ള വേർഡുകൾ ഡിസേബിൾ, ലൈ, നോൺ, ഫുൾ, ING, ED, അൺ, റീ, ഏബിൾ, സബ്, നെസ്, എസ് അല്ലെ? ഓക്കെ, ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. ഇതാട്ടോ ആൻസർ ആണ് ഇവിടെ വരുന്നത്. ഇതിന്റെ ആൻസർ ആണ് ഈ വരുന്നത് കേട്ടോ. ഡിസഗ്രി, ക്വിക്കലി, പ്ലേഫുൾ, മേർജിങ്, അഫോർഡബിൾ, എൻജോയ്ഡ്, ഫ്ലെക്സിബിൾ, ഹാപ്പിനെസ്, ബിൽഡിംഗ്, നോൺ എക്സിസ്റ്റൻസ്. ഓക്കെ, ക്ലിയർ? Can all affix be added to the words അല്ലെ? എല്ലാത്തിൻ്റെയും കൂടെ പോയിട്ട് ഈ സഫിക്സും പ്രിഫിക്സും അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് ഇല്ല അല്ലെ? നോ. Now complete the given narrative adding appropriate affixation to the affixes to the words given in the box. അല്ലെ? നോക്കാം. In her vivid dream, Selma Lagerlof met her late father in his heavenly അല്ലെ? ചേർത്തിട്ടുണ്ട്. ഓവർവെൽമഡ്, ഓവർഫ്ലോയിഡ് വിത്ത് ദ ഇമോഷൻ, ഷീ താങ്ക്ഫുള്ളി എന്താണ്? താങ്ക്ഫുള്ളി, ഫുള്ളി അല്ലെ? ചേർത്തു. ഡിസ്കസ്ഡ് വിത്ത് ഹിം ടു ദ ഇമ്മെൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ഷീ ഹാഡ് ഫോർ എവറി ആസ്പെക്ട് ഓഫ് ലൈഫ് ദാറ്റ് ഹാഡ് ഹെൽപ്ഡ് ഹർ അച്ചീവ് ടു ദ പ്രസ്റ്റീജിയസ് അല്ലെ? പ്രസ്റ്റീജിയസ് നോബൽ പ്രൈസ് അല്ലെ? അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ ചേർക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ച് വേണം ഇത് ചേർക്കാൻ കേട്ടോ. സോ എന്താണ്? നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് നമ്മുടെ മറ്റ് ആക്ടിവിറ്റിയുമായിട്ട് വീണ്ടും